ഹായ് ഹലോ അസ്സാം വലൈക്കും. എല്ലാവർക്കും ഹനാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഞാൻ സബ്രീന. ഇന്നിതാ നല്ലൊരു സ്നാക്കുമായിട്ടാണ് ഞാൻ വന്നത്. മുട്ട വെച്ചുണ്ടാക്കിയെടുത്തതാണ്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇതാ പാനിലോട്ട് 1 ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ടിട്ടുണ്ട്. ഇതിലോട്ട് ഒരു ചെറിയ സവാളയും 2 പച്ചമുളകും ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇതിലേക്ക് ബട്ടറാണ് ഞാൻ ഇവിടെ ചേർത്തത്. ബട്ടറിന് പകരം ഓയിൽ ഒക്കെ ഉപയോഗിക്കാം കേട്ടോ. ഇനി ഇതാ 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒന്നും കൂടെ ഇളക്കിയെടുക്കാം. കുറഞ്ഞ സാധനം കൊണ്ട് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ്. അപ്പോൾ ഇതിലോട്ട് ഞാനിതാ 1 ടീസ്പൂൺ മുളക് പൊടി ഇട്ടിട്ടുണ്ട്. പിന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് കുറച്ചൊരു എരിവൊക്കെ കൂടി ആകുമ്പോഴാണ് ടേസ്റ്റ് കൂടുതൽ. അപ്പോൾ നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് മുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുക്കാം. ഇതിനെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. മുളകൊന്ന് കരിയാതെ വിധത്തിൽ വേണം ഇളക്കിയെടുക്കാൻ. ഇനി നമുക്കിതിലോട്ട് നമ്മുടെ മെയിൻ താരമായ മുട്ടയാണ് ചേർത്ത് കൊടുക്കുന്നത്. 2 മുട്ട പുഴുങ്ങി 4ആയി മുറിച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിനെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഇനി ഇതിലോട്ട് ഇതാ കുറച്ച് കെച്ചപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1.5 ടേബിൾ സ്പൂണോളം കെച്ചപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിനെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. മുട്ട വെച്ചിട്ടാണ് ഇവിടെ ചെയ്യുന്നത്. മുട്ടയ്ക്ക് പകരമായിട്ട് നമുക്ക് ചിക്കനൊക്കെ യൂസ് ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ മുട്ടയാകുമ്പോൾ നമുക്കൊന്നും കൂടി നല്ലൊരു ബൈറ്റായിട്ട് നല്ലൊരു കഴിക്കാനും പറ്റും. അപ്പം ചിക്കനെല്ലാം ആകുമ്പോൾ കുറച്ച് വലിയ ക്യൂബാക്കി കട്ട് ചെയ്യണം. അങ്ങനെ ഇട്ടാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. പിന്നെ ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് ഒന്നും കൂടെ ഇളക്കിയെടുക്കാം. അപ്പോൾ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾക്ക് വേണ്ടത് ബന്നാണ്. ഞാൻ ബന്നോടിലാണ് ഫില്ല് ചെയ്യുന്നത്. അപ്പോൾ ബന്ന് ഒന്നെങ്കിൽ നമുക്ക് ഹാഫായിട്ട് കട്ട് ചെയ്യുക, അല്ലെങ്കിൽ ഇതുപോലെ ഒന്ന് സ്ക്വയറാക്കി ഇതിൻ്റെ ബാക്ക് സൈഡ് ഒന്ന് ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റാം കേട്ടോ. കട്ട് ചെയ്ത ശേഷം ആ ഒരു പീസ് നമുക്ക് മാറ്റി വെക്കാം. നമ്മൾ കളയുന്നില്ല, അതും നമുക്ക് ആവശ്യമുണ്ട്. ഇനി ഇതിൻ്റെ ഉൾഭാഗമല്ല ഇതുപോലെ ഒന്ന് നല്ലൊരു പ്രസ് ചെയ്യുക. അങ്ങനെ ചെയ്യുമ്പോൾ കുറച്ച് ഒരു ഗ്യാപ്പായിട്ട് കിട്ടും. നമുക്കിതിൻ്റെ ഉള്ളിലേക്ക് നല്ല ഫില്ലിംഗ് എല്ലാം ചെയ്യാൻ പറ്റും. അപ്പോൾ അതാ നല്ലൊരു ഇതുപോലെ എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ മസാല ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. അപ്പോൾ മസാല വെക്കുന്ന സമയത്ത് ഫുള്ളായിട്ട് വെക്കണം കേട്ടോ. അത് നിറയെ വെക്കണം. ഈ ഒരു ബന്ന് ഫുള്ളായിട്ട് മസാലയിൽ ഉണ്ടാവണം. പിന്നെ നമ്മൾ ഇതിലേക്ക് കുറച്ച് അതിൻ്റെ ഗ്രേവിയൊക്കെ വെക്കണം. അപ്പോഴാണ് അതിൻ്റെ നല്ല ടേസ്റ്റ് വരുന്നത്. അപ്പോൾ ഇതുപോലെ വെച്ചതിന് ശേഷം ഇതിൻ്റെ മുകളിലോട്ട് ഞാനിത് ഒരു ചെറിയ പീസ് തക്കാളിയും കൂടി വെക്കുന്നുണ്ട്. സ്ലൈസ് ചെയ്തിട്ട് ആ ഒരു തക്കാളിയും ഇതിലേക്ക് വെച്ച് കൊടുക്കാം. തക്കാളി ഇതുപോലെ നല്ല ടൈറ്റായിട്ട് വെക്കണം. നമ്മുടെ ഉള്ളിലിട്ട് ഫില്ലിംഗ് ഒന്നും പുറത്ത് വരാത്ത രീതിയിൽ നല്ല ടൈറ്റായിട്ട് വെച്ചതിന് ശേഷം അതിൻ്റെ മുകളിലോട്ട് കുറച്ച് ഒറിഗാനോ ആണ് ഇട്ടിട്ടുള്ളത്. ഇനി നമ്മളെ കയ്യിൽ ഇത് ചീസ് ഉണ്ടെങ്കിൽ മാത്രം ഇതുപോലെ ഇട്ട് കൊടുക്കാം. ഇത് മൊസറല്ല ചീസാണ്. ചീസ് ഇല്ലെങ്കിലും കുഴപ്പമില്ല, ഉണ്ടെങ്കിൽ ഇതുപോലെ കുറച്ചൊന്ന് ഇട്ടതിന് ശേഷം നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച ആ ഒരു പീസ് ഉണ്ടല്ലോ, അതും ഇതിൻ്റെ മുകളിലോട്ട് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ ആകുമ്പോൾ ആ ഒരു ചീസ് കൊണ്ട് നല്ല ടൈറ്റായിട്ട് നമ്മുടെ ഫില്ലിങ്ങും ഉള്ളിൽ നിൽക്കും. നല്ല ടേസ്റ്റാണ്, അടിപൊളി ടേസ്റ്റ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. ഇതുണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കാനുള്ളത് നമ്മൾ മസാലയൊന്നും കുറയാൻ പാടില്ല. കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് ആ ഒരു രുചി കിട്ടില്ല. ബന്നിൻ്റെ ടേസ്റ്റ് തന്നെ ആയിരിക്കും കൂടുതൽ. അപ്പോൾ നല്ല മസാലയൊക്കെ വെച്ച് നല്ല ചീസെല്ലാം വെച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഹാഫാക്കിയാൽ അതിലും വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇതാ ഒരു പാന് ചൂടാക്കിയിട്ടുണ്ട്. അതിലോട്ട് നമ്മുടെ ഈ ഒരു ബന്ന് വെച്ച് ഒന്ന് ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് അടച്ച് വെച്ച് ചൂടാക്കി എടുക്കാം. ഒന്നുകിൽ ഇതുപോലെ ആക്കാം, അല്ലെങ്കിൽ ഓവനിൽ വെച്ച് ചൂടാക്കിയാൽ മതി കേട്ടോ. നല്ല ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം വെക്കാൻ. അപ്പോൾ ഇതാ റെഡി ആയിട്ടുണ്ട്. ഒരു 5 മിനിറ്റ് 2 സൈഡും ഒന്ന് ജസ്റ്റ് ചൂടാക്കിയതേ ഉള്ളൂ. അപ്പോൾ ഇതാ നോമ്പ് കാലത്ത് ഈ ഒരു രീതിയിലുള്ള ഒരു സ്നാക്കും കൂടി ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. ഇത് ഒരെണ്ണം കഴിച്ചാൽ തന്നെ വയറൊന്നറിയും. നല്ല ടേസ്റ്റാണ്. ഒന്ന് ഉണ്ടാക്കിയിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കൂടി അറിയിക്കണേ. അപ്പോൾ ഇതുപോലത്തെ വെറൈറ്റി ആയിട്ട് റെസിപ്പീസ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ള കണ്ടുകൊടുക്കണേ. ഇനി അടുത്ത നല്ല റെസിപ്പിയുമായി വീണ്ടും വരാം. ബായ്.